കിട്ടണം എന്നുള്ള പോലെ ആയി ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈസി അങ്ങ് ഫോണിലേക്ക് അവൻ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഫുഡും കാര്യങ്ങളും വേഗം കൊടുക്കാം. ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റൊക്കെ ഡ്രഗ് കിട്ടാത്തപ്പോൾ ഇങ്ങനെ ബിഹേവിയർ പോലെ 1.5 വയസ്സായ കുട്ടി കിടന്ന് എന്തൊക്കെ കാട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഷോക്കായി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ എമീനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അത് വളരെ ഉപകാരപ്രദമാവും കുറേ പേർക്കെന്നുള്ളത് എനിക്കറിയുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ബേബിക്ക് ഇപ്പം 1.25 വയസ്സായി. ഒരു വയസ്സ് വരെ ഞങ്ങൾ ഫോൺ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. 1 വയസ്സിന് ശേഷം ഞങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവന് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല കൊടുത്തു നോക്കി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അവനൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിലൊന്നും അവന് അത് ആവശ്യമില്ലായിരുന്നു. ഒരു 1.5 വയസ്സ് വരെ അവന് തീരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഒരു 1.5 ആയപ്പോഴാണ് ഞങ്ങൾ മെല്ലെ അവൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ മെല്ലെ കൊടുക്കും. പുറത്ത് നമ്മളെപ്പോഴും പോകുന്നതുകൊണ്ട് തന്നെ മെല്ലെ കൊടുത്തു നോക്കും അവനൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് അത് നല്ല ഗ്രാജുവലി അത് യൂസ്ഡായി. അങ്ങനെ ആ ഫുഡിൻ്റെ ടൈം ആകുമ്പം അതിങ്ങനെ ഫോൺ കിട്ടണം എന്നുള്ള പോലെ ആയി ഫുഡ് കഴിക്കാൻ. അപ്പം നമുക്ക് ഈസി ആയിരുന്നു ഫോണിലേക്ക് അവൻ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഫുഡും കാര്യങ്ങളും വേഗം കൊടുക്കാം. അവന് ഇഷ്ടമില്ലെങ്കിലും കൂടെ അവന് ഫോൺ കാണിച്ചാൽ അത് അഡ്ജസ്റ്റഡ് ആയി കഴിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും വർക്കിംഗ് ആണ്. ഞാൻ ടീച്ചറാണ്, ആൾ IT എഞ്ചിനീയറുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വീട്ടിലുണ്ടാവില്ല. വീട്ടിൽ പിന്നെ ഉള്ളത് ഉമ്മയും അവരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുറത്തു പോകും. ചേച്ചിയാണ് അവനെ നോക്കാണ്ടാവുക. ചേച്ചിക്കും തന്നെ ഫുഡ് അങ്ങനെ കൊടുക്കലല്ലാതെ കൊടുക്കൽ കുറച്ച് ടാസ്ക്കാണ് അവന് ഫുഡ് കൊടുക്കൽ. അപ്പം ഞങ്ങൾ ഈസിലി ഇങ്ങനൊരു മെത്തേഡ് കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഫുഡ് കൊടുത്തിരുന്നത്. അങ്ങനെ പിന്നെ അവൻ അല്ലാത്ത ടൈമിലും മെല്ലെ ഫോൺ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ മാറ്റൊന്നും ഞങ്ങൾ വല്ലാണ്ട് നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ആരെങ്കിലും ഫോൺ യൂസ് ചെയ്യുമ്പോൾ അവൻ വല്ല തലയിട്ട് നോക്കലും. അപ്പം ചെറിയ കുട്ടിയല്ലേ, അപ്പം നമ്മളും അത്ര കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ എല്ലാ ടൈമിലും ഫുഡ് കഴിക്കാൻ അവന് പിന്നെ സ്ലോലി ഫോൺ അത്യാവശ്യമായി മാറി. ഫോണില്ലാതെ അവൻ ഫുഡ് കഴിക്കൂല. പ്ലേറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവൻ പറയും ഫോൺ ചോദിക്കും. അവന് ഫോണിന് പാട്ട് എന്നാണ് പറയും. അപ്പോൾ പാട്ട് വേണം പറയും. നമ്മൾ ഇനിയിപ്പോൾ പോകുന്ന തിരക്കിൽ രാവിലെയും ഫോൺ കൊടുക്കും. പിന്നെ വന്ന ക്ഷീണത്തിൽ രാത്രി ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ വേഗം ഫോൺ കൊടുത്തിട്ടാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന സമയത്ത് ഫോൺ അവൻ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഫോൺ കൊടുത്തില്ല. അതിൽ അവൻ അങ്ങോട്ട് റിയാക്ട് ചെയ്തത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചേ ഇല്ല. ഭയങ്കര ഒരു ഡ്രഗ് അഡിക്ട്സൊക്കെ ഡ്രഗ് കിട്ടാത്തപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന പോലെ ഈ 1.5 വയസ്സായ കുട്ടി കിടന്ന് എന്തൊക്കെയോ കാട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോക്ക്ഡായി ചെയ്ത് പേടിച്ചു, നല്ലോണം പേടിച്ചു. കുട്ടി കയ്യൊക്കെ ഇട്ട് നിലത്തിട്ട് അടിച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാശി പിടിച്ചു. അന്ന് രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ കൂടെ അവന് ഞാൻ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് കൊടുത്തിരുന്നു. ആ ഒരു ടൈം മാത്രമേ കൊടുക്കാറില്ലായിരുന്നു കേട്ടോ. അല്ലാത്ത ടൈമിൽ ഞാൻ ഫോൺ കൊടുക്കാറില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടാണ് അവന് കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഫോൺ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബിഹേവിയർ അവൻ്റെ ഭാഗത്തു നിന്ന് കണ്ടപ്പോൾ ആ ടൈമിൽ ആ സ്പോട്ടിൽ ഞാൻ തീരുമാനിച്ചു ഇനി അവന് ഫോൺ കൊടുക്കാതെ നോക്കണം എന്ന്. അങ്ങനെ ആ ഉച്ചക്ക് ഞാൻ ഫുഡ് കൊടുക്കാതെ നോക്കിയപ്പം ഫോണില്ലാതെ അവൻ കഴിക്കൂലെന്ന് തന്നെ. എന്നാൽ കഴിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ഒരു നേരം സ്കിപ്പ് ചെയ്തു. പിന്നെ രാത്രി ആയപ്പോഴും ഞാൻ ഫുഡ് കൊണ്ട് ചെന്നപ്പം സെയിം ബിഹേവിയർ. അവൻ ഫുഡ് വേണ്ട, പാട്ടിട്ടില്ലെങ്കിൽ അവൻ ഫുഡ് വേണ്ടാന്ന്. അപ്പം എന്നാൽ രാത്രി അവൻ കഴിക്കണ്ട വിചാരിച്ചു. അങ്ങനെ മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിൽ പോയിക്കോട്ടെ വിചാരിച്ചു ഞാനും. അങ്ങനെ രാത്രി അവന് അന്ന് ഉറക്കത്തിന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഫുഡ് നിറയൊക്കെ കഴിക്കാത്തതല്ല, രാവിലെ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചിനോട് ഞാൻ പറഞ്ഞിരുന്നു അവന് ഫോൺ ഇനി തീരെ കാണിച്ചു കൊടുക്കരുതിട്ട് ചേച്ചിന്ന്. അപ്പം ചേച്ചിയും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ചേച്ചി സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഫോൺ കൊടുത്തതേ ഇല്ല. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ 2 ദിവസം നല്ലോണം സ്ട്രഗിൾ ചെയ്തു. കുട്ടി ഫുഡ് തന്നെ കഴിച്ചിട്ടില്ല. 2 ദിവസം എന്ത് കൊടുത്താലും അവന് ഇഷ്ടമുള്ള എന്ത് കൊടുത്താലും സ്വീറ്റ്സ് ആയാലും അവന് വേണ്ടെന്ന് തന്നെയായിരുന്നു. വാശി പിടിച്ചു, കുറേ വാശി പിടിച്ച് നോക്കി. അപ്പോൾ ഒക്കെ നമ്മൾ പിടിച്ചു നിന്നു. പിന്നെ അതേപോലെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അവനെ പുറത്തേക്ക് പാർക്കിലേക്കും ഒക്കെ കൊണ്ടുപോയി. പിന്നെ അതേപോലെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒക്കെ ടോയ്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് പുതിയതായി എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കൊടുക്കുക, അതുവരെ കാണാത്ത എന്തെങ്കിലും കളികൾ കളിപ്പിക്കുക ചെയ്തപ്പം കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ഫോൺ എന്ന സെക്ഷൻ തന്നെ അങ്ങനെ കുറച്ച് മറന്നു തുടങ്ങിയിരുന്നു. പിന്നെ കംപ്ലീറ്റ് നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്നാമത് നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഫോണ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഹൈഡ് ചെയ്ത് വെച്ചാലും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെ പുറത്തെടുക്കേണ്ടി വരും. TV ആണെങ്കിൽ കൂടെ വീട്ടിൽ പാരൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് TV ന്യൂസൊക്കെ കാണുന്നതുകൊണ്ട് അത് ഓണായിരിക്കും. എന്നാലും കുട്ടി കുറേ മാറി. അതൊന്നും ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയൂല എന്നുള്ളൊരു രീതിയിലേക്ക് അവന് 1.5 വയസ്സിൽ തന്നെ എത്തിയത് നിന്ന് ഇപ്പം ഒരു മാസത്തോളമായിട്ട് അവന് ഫോൺ ഇല്ല. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇടയ്ക്കെപ്പോഴെങ്കിലും വന്ന് തലയിട്ട് നോക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ഫോൺ ചിരിച്ചു വെച്ചാൽ അത് ഓക്കെയാണ്, അവൻ തിരിച്ചു പോയിക്കോളും. പണ്ട് അങ്ങനെ ഇല്ല. അവൻ നമ്മളെ നിന്ന് ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് അവനെ തന്നെ യൂസ് ചെയ്യുമായിരുന്നു. അതിൽ നിന്നൊക്കെ വലിയ മാറ്റം വന്നു. പിന്നെ അതിനുവേണ്ടി നമ്മൾ ചെയ്തത് അവൻ്റെ കൂടെ തന്നെ നിന്നു. ഫോൺ കുറച്ചൊക്കെ നമ്മളും ഒഴിവാക്കി.
നമുക്കും അത്ര നല്ലതല്ലല്ലോ. കുറച്ച് നമ്മൾ മാറ്റി വെച്ചു, ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഇത് അത്യാവശ്യമാണല്ലോ കുട്ടീൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടി തന്നെ പിന്നെ കുറേ ടോയ്സൊക്കെ കുറേ കൊടുത്തു നോക്കി. ടോയ്സിലൂടെ അവൻ്റെ കുറേ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് മാറി, പുറത്തിറങ്ങലൊക്കെ കൂടി. പിന്നെ അതോടുകൂടി നമുക്ക് പണി കുറച്ചും കൂടി കൂടിയിട്ടുള്ളൂ. എന്നാൽ കൂടെ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി സേഫ് ആണെന്ന് തോന്നുന്നു. അപ്പം ഫോണ് ഇങ്ങനെ ഇടങ്ങേറായിട്ടുള്ള പാരൻസ് ഒരുപാട് പേരുണ്ടാവും നമുക്കറിയാം. അപ്പം നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു 2 ദിവസം മെനക്കെട്ടാൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എത്ര ഏർലിയർ നമുക്കത് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതെന്ന് പറയാനുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കുട്ടിക്ക് പുറത്തേക്ക് പാർക്കിലൊക്കെ കൊണ്ടുപോയാൽ അവർക്കത് ഈസിലി നമുക്ക് ഇവരെ ഈ ഫോണിൽ അഡിഷനിൽ നിന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്.